ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും Appitco Malayalam ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മധു. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇമേജ് ക്യാപ്ഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ ഇമേജ് എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാം, അതിലുള്ള ആട്രിബ്യൂട്ട് വാല്യൂ എങ്ങനെ കൊടുക്കാം, അതിൻ്റെ സൈസ് എങ്ങനെ വ്യത്യാസം വരുത്താം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന ഇമേജിന് എങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ആദ്യം നോക്കാം. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിലോട്ട് എങ്ങനെ പല പേജുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേജിനെല്ലാം എങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടേതായിട്ടുള്ള വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റിലോട്ട് പോകുന്നതിനുള്ള ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് നോക്കാം. നമ്മുടേതായിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാകുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. കഴിയുന്നത്ര വേഗം അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമ്മുടേതായിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഇമേജ് ക്യാപ്ഷൻ അല്ലെങ്കിൽ ഇമേജ് ക്യാപ്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഫിഗർ എന്നുള്ളൊരു ടാഗ് ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്തായിട്ട് ആഡ് ചെയ്ത ഫിഗർ എന്നുള്ള ടാഗ് ആഡ് ചെയ്തു. അതിനകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഇമേജ് ടാഗ് കട്ട് ചെയ്ത ശേഷം ഞാൻ അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇമേജിൻ്റെ താഴെയായിട്ട് ഇമേജ് ക്യാപ്ഷൻ എന്നുള്ള ഒരു ടാഗ് കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഫിഗർ ക്യാപ്ഷൻ എന്നുള്ള ഒരു ടാഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫിഗർ ക്യാപ്ഷൻ എന്നുള്ള ഒരു ടാഗ് ഈ കാണുന്ന പോലെ ഫിഗർ ക്യാപ്ഷൻ എന്നുള്ള ടാഗ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഫിഗർ ക്യാപ്ഷൻ ടാഗിന് അകത്ത് ഇല്ലെങ്കിൽ ആ കണ്ടൻറ്റ് കൊടുക്കേണ്ട ഭാഗത്ത് എന്താണോ നമുക്ക് ക്യാപ്ഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ പേര് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സിമ്പിൾ ആയിട്ട് തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കതൊന്ന് എങ്ങനെ ബ്രൗസറിൽ റൺ ആവുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളത് അതിൻ്റെ താഴെ ക്യാപ്ഷനായിട്ട് വന്നു അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ആദ്യം എങ്ങനെ കൊടുക്കണം എന്ന് നോക്കാം. ആദ്യം ഫിഗർ എന്നുള്ള ഒരു ടാഗ് കൊടുത്തു, അതിനകത്ത് ഇമേജ് കൊടുക്കാം. ഇമേജ് ടാഗ് കൊടുത്തു. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്, എങ്ങനെ കൊടുക്കണം എന്നുള്ളതെല്ലാം. ഇനി അത് കഴിഞ്ഞ ശേഷം ഈ ഫിഗർ ക്യാപ്ഷൻ എന്നുള്ള ആ ടാഗ് കൊടുത്ത ശേഷം അതിനകത്ത് വേണം എന്താണ് നമുക്ക് ക്യാപ്ഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ ഉള്ളത് അത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫിഗർ ക്യാപ്ഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഞാൻ ഈ പേജിന് ഹോം എന്നുള്ളൊരു പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഹോം പേജായിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഹോം പേജായിട്ട് നമുക്കത് പരിഗണിക്കാം. ഓക്കെ, ഹോം എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമുക്ക് ബ്രൗസറിൽ നോക്കുന്ന സമയത്ത് ഇത് ഹോം പേജ് ആയിട്ട് കാണാം. ഇല്ലെങ്കിൽ വേണം ഹോം പേജിൽ നിന്ന് കംപ്ലീറ്റ് തന്നെ കൊടുക്കാം. ഹോം പേജ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് പുതിയ ഒരു എബൌട്ട് പേജ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫയലിൽ പോയ ശേഷം ആ about.html എന്നുള്ളൊരു പേര് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് പേരും കൊടുക്കാം. ഞാനതിൽ ആ എബൌട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നോക്കാം, എബൌട്ട് പേജ്. ഓക്കെ, അപ്പോൾ ഈ പേജിലോട്ടാണ് നമ്മുടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓൾറെഡി
നമുക്ക് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പേജുകൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടാവും. 10 ആവാം, ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 10 20 പേജാവാം. അങ്ങനെ അപ്പോൾ ഓരോ പേജിലോട്ടും നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനെങ്ങനെ ലിങ്ക് കൊടുക്കാം എന്ന് നോക്കാം. അതുപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റിലോട്ടും പോകുന്നതിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലിരുന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റെഫർ ചെയ്യുന്നതിനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് മറ്റുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്ത് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ രണ്ടാമത്തെ എബൌട്ട് പേജിലോട്ടാണ് എനിക്ക് പോവേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ ഹോം പേജിൽ വന്ന ശേഷം ഒരു ആങ്കർ ടാഗ് എന്ന് പറയും. എ എന്നുള്ളതാണ് അതിൻ്റെ ടാഗ്. ഇനി ഇവിടെ നമുക്ക് കൊടുക്കാം എബൌട്ട് എന്നുള്ള ഒരു പേര്. ഓക്കെ, എബൌട്ട് എന്നുള്ള പേരായി. പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ എബൌട്ട് പേജ് ഇവിടെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല. അത് റിഫ്രഷ് ആയിട്ട് അതേ പടി ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത പേജിലോട്ട് ഇല്ലെങ്കിൽ ഈ എബൌട്ട് എന്ന പേജിലോട്ട് നമുക്ക് പോകണം. അതിനെന്താണ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എ ടാഗ് അല്ലെങ്കിൽ ആങ്കർ ടാഗ് എന്ന് പറയും. ഇങ്ങനെയുള്ളൊരു ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കണ്ടൻറ്റ് കൊടുക്കേണ്ട ഭാഗത്ത് ഞാൻ എന്താണ് പേര് കൊടുക്കേണ്ടത് ആ പേരാണ് എബൌട്ട് എന്നുള്ളത്. ഈ എബൌട്ട് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഒരു കർസർ വയ്ക്കുന്ന സമയത്ത് ആ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു ഹാൻഡിലിൻ്റെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കൈയുടെ ഒരു പിക്ചർ വന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരണം. ഇതാണ് ആങ്കർ ടാഗിൻ്റേതായിട്ടുള്ള പ്രത്യേകത, ഒരു ലിങ്കിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലോട്ടോ അടുത്ത വെബ്സൈറ്റിലോട്ടോ നമ്മളുടേതായിട്ടുള്ള റൂട്ട് തിരിച്ചു വിടേണ്ടതുണ്ട്. അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന HREF എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കാണുന്ന about.html എന്നുള്ള ആ നെയിം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. about അതിലെന്താണോ പേര് ഈൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കണം. about.html. ഓക്കെ, about.html. അപ്പോൾ ഇങ്ങനെ ഈ hrefലോട്ട് നമുക്ക് എബൌട്ട് എന്നുള്ള ആ പേജിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഫയൽ നെയിമിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രൗസറിലോട്ടൊന്ന് പോകാം. അപ്പോൾ ബ്രൗസറിൽ പോകുന്ന സമയത്ത് എബൌട്ട് എന്നുള്ളൊരു ആ ആങ്കർ ടാഗ് കൊടുക്കുന്നതിൻ്റേതായിട്ടുള്ള കളർ വ്യത്യാസത്തിലൂടെയുള്ള ഇത് വന്നു. ഇനി നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് എബൌട്ട് പേജിലോട്ട് വന്നു. ഇങ്ങനെയാണ് ഒരു ലിങ്ക് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മൾ ഇങ്ങനെ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് ആദ്യത്തെ പേജിലോട്ട് വരണമെങ്കിൽ ബാക്ക് അടിച്ച് വരണം. ലെഫ്റ്റ് ആരോ മാർക്ക് നമുക്കത് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലോട്ട് വരണം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ മെയിൻ പേജിലോട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ടാബിലോട്ട് ഈ പറയുന്ന ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് പുതിയ ടാബിലൂടെ ഓപ്പൺ ആവുന്നതിന് വേണ്ടി ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഇവിടെ കൊടുക്കാം. ടാർഗറ്റ്. ഓക്കെ, അതിനകത്ത് _blank എന്നുള്ള വാല്യൂ കൊടുക്കാം. _blank. ഇനി നമുക്കിതൊന്ന് ബ്രൗസറിലൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നോക്കൂ, രണ്ടാമത്തെ ടാബായിട്ട് നമുക്ക് എബൌട്ട് പേജ് വന്നു. ആദ്യത്തെ പേജ് അതേപടിയുണ്ട്. നമുക്ക് ഇതിൽ ഈ ഫസ്റ്റത്തെ ടാബിൽ അല്ല ഓപ്പൺ ആയിട്ടുള്ളത്, രണ്ടാമത്തെ ടാബിലാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലിങ്ക് കൊടുത്ത ശേഷം ആ അടുത്ത ടാർഗറ്റ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ടാബിലല്ലാതെ അടുത്ത ടാബിലായിട്ട് പുതിയ പേജ് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് about.html എന്നുള്ള പേജിലോട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഏതാണോ ലിങ്ക് കൊടുക്കുന്നത് ആ ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് എ ടാഗ് അതിൽ href എന്നുള്ള നമ്മുടേതായിട്ടുള്ള ഫയൽ നെയിം അല്ലെങ്കിൽ ഏതാണോ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പേജ് ഏതാണോ ആ പേജിൻ്റെ നെയിം കൊടുത്തു. അത് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കേണ്ടതാണ്. എബൌട്ട് എന്നുള്ളതിൻ്റെ .html എന്നുള്ളത് കൊടുത്തു. അത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലോട്ട് പോകുന്നതാണ്. അതിനുശേഷം ടാർഗറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് നമ്മുടേതായിട്ടുള്ള അടുത്ത ഒരു ടാബിൽ ഓപ്പൺ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഇവിടെ കൊടുക്കുന്നത്. അതിനകത്ത് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് _blank എന്ന് കൊടുക്കുന്ന സമയത്ത് അടുത്ത ടാബിലോട്ട് ഈ ലിങ്ക് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ലിങ്ക് കൊടുക്കുക എന്ന് ഉള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് ഒന്നുകൂടി ചെയ്യാനുള്ളത്, ഇതുപോലെ ഒരു ലിങ്ക് കൂടി കൊടുത്തു. ഞാനിത് കോപ്പി ചെയ്ത ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലിങ്ക് ഞാൻ കളഞ്ഞ ശേഷം ഒരു ആമസോണിൻ്റെ ഒരു ലിങ്ക് എടുത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റുള്ള വെബ്സൈറ്റിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ആമസോൺ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഈ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം നമ്മുടെ വെബ്സൈറ്റിലോട്ട് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിൽ പോയ ശേഷം അതെങ്ങനെ വർക്കാവുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി എബൌട്ട് എന്നാണ്. ഇത് ഞാൻ അടുത്തത് പേര് ആമസോൺ എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആമസോൺ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ബ്രൗസറിൽ നോക്കാം. ഇപ്പോൾ നോക്കൂ, എബൌട്ട് പേജിലേക്കുള്ളത് അടുത്തത് ആമസോണിലോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതും ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ നോക്കൂ, ആദ്യത്തെ ലിങ്ക് about.html, രണ്ടാമത്തത് ആമസോണിലോട്ടുള്ള ലിങ്ക്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഞാൻ എബൌട്ട് പേജ് പ്രസ് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എബൌട്ട് പേജിലോട്ട് വന്നു. ഓക്കെ, അപ്പോഴും നമുക്കുള്ള നമ്മുടെ ഹോം പേജ് അതേപടി നിൽക്കുന്നുണ്ട്. പുറകിലോട്ട് വരേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ, ഇനി ആമസോണിലോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ആമസോൺ വെബ്സൈറ്റിലോട്ട് അത് റീഡയറക്റ്റ് ചെയ്ത് വിട്ടു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് പുറത്തുള്ള ഒരു വെബ്സൈറ്റിലോട്ട് എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ പേജിലോട്ട് എങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് വിടാം, അതുപോലെ തന്നെ എങ്ങനെ പുതിയ ഒരു ടാബിലോട്ട് മൂവ് ആവുന്നതിനുള്ള ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു. ആങ്കർ ടാഗ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ലിങ്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ നല്ലപോലെ മനസ്സിലായി കാണും. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ഫിഗർ ക്യാപ്ഷൻ എങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ഫിഗർ എന്നുള്ള ഒരു ടാഗ് കൊടുത്തു, അതിനകത്ത് ഇമേജ് കൊടുത്ത ശേഷം ആ ഫിഗർ ക്യാപ്ഷൻ കൊടുത്ത ശേഷം അതിൽ കണ്ടൻറ്റ് എന്താണോ അത് കൊടുത്തു. അപ്പോൾ ഫിഗർ ക്യാപ്ഷൻ നമുക്കത് ആദ്യത്തേത് മനസ്സിലായി. പിന്നെ രണ്ടാമത്തത് ഉള്ളത് നമ്മുടേതായിട്ടുള്ള ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മറ്റുള്ള ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മറ്റുള്ള പേജിലേക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാനും അതുപോലെ പുറത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിൻ്റെ റെഫറൻസിന് വേണ്ടി
യൂസർക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ആ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഒരു ലിങ്ക് കൊടുക്കാം, എങ്ങനെ ഒരു ഫിഗർ ക്യാപ്ഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുഴുവനാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടേതായിട്ടുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും നമ്മുടേതായിട്ടുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ്.